നമസ്തേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ധർമ്മക്ഷേത്രയുടെ പുതിയ ഒരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൊന്നിൻ ചിങ്ങമാസം അല്ലെങ്കിൽ ശ്രാവണ മാസം വന്നു ചേർന്നു. നമ്മുടെ എല്ലാം കൊല്ലവർഷ ആരംഭവും അതുപോലെ തന്നെ കർഷക ദിനം കൂടിയാണല്ലോ. ഈ കർഷക ദിനത്തിൻ്റെ തുടക്കം കൂടിയാണല്ലോ പൊന്നിൻ ചിങ്ങമാസം ആരംഭിക്കുന്നത്. ഈ ചിങ്ങമാസത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ചിങ്ങമാസത്തിലെ ഏറ്റവും അതിവിശിഷ്ടമായ ദിവസങ്ങളിൽ ഒന്നാണ് മുപ്പട്ട് വെള്ളിയാഴ്ച. ഒരു മാസത്തിലെ, അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ മുപ്പട്ട് വെള്ളിയാഴ്ചയായിട്ട് കണക്കാക്കുന്നത്. അന്ന് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന, ഭൂമിയിലേക്ക് മഹാലക്ഷ്മി ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്ന ഏറ്റവും പുണ്യമായ സുദിനം കൂടിയാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം. അന്നേ ദിവസം ദേവിയുടെ അനുഗ്രഹത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതുപോലെ തന്നെ ദേവി സാന്നിധ്യം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നതെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കേൾക്കുമല്ലോ. മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ആ മഹാലക്ഷ്മിയെ, ദേവിയെ നല്ലപോലെ പ്രാർത്ഥിക്കുക, തൊഴുകുക. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക. അവിടെ പുഷ്പാഞ്ജലി നമുക്ക് വഴിപാട് നടത്താം. അതുപോലെ പാൽപ്പായസം ദേവിക്ക് നിവേദിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കവിടെ ഇരുന്നു കൊണ്ട് ദേവിയുടെ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാവുന്നതാണ്. പിന്നെ ലളിതാ സഹസ്രനാമവും നമുക്ക് ക്ഷേത്രത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരാണെങ്കിൽ നമുക്ക് വീടുകളിൽ ദീപം തെളിയിച്ച് മഹാലക്ഷ്മിയെ ധ്യാനിച്ച് ഇതേപോലെ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം, ലളിതാ സഹസ്രനാമാർച്ചന നടത്താവുന്നതാണ്. ഇനി ഈ മഹാലക്ഷ്മി അഷ്ടകവും ലളിതാ സഹസ്രനാമവും ഒക്കെ ചൊല്ലാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ ദേവിയുടെ ചെറിയ കീർത്തനങ്ങൾ നമുക്ക് ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന വരികൾ നമുക്ക് വളരെ ഭക്തിയോടുകൂടി ചൊല്ലാവുന്നതാണ്. വളരെ ഐശ്വര്യപ്രദമായ ഈ ദിവസത്തിൽ നമുക്ക് അമ്മയുടെ മുന്നിൽ വിളക്ക് വെച്ച് പൂക്കൾ, വെളുത്ത പൂക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന പൂക്കളോ അർപ്പിച്ച് ഭക്തിപൂർവം ആരാധിക്കാവുന്നതാണ്. ദേവീ കീർത്തനങ്ങൾ ചൊല്ലുക. നമ്മളെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അതുപോലെ തന്നെ അമ്മയ്ക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് അന്നേ ദിവസം നമുക്ക് വീട്ടിൽ പാൽപ്പായസം വെച്ച് നിവേദിക്കാവുന്നതാണ്. ആ സമർപ്പണവും അതുപോലെ തന്നെ നമ്മളുടെ ആ ഭക്തിയോടുകൂടിയുള്ള നാമജപവും എല്ലാം അമ്മയുടെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് കാരണമാകും. ആ ദിവസം തന്നെ മഹാലക്ഷ്മി സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭവനങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടായിരിക്കും. അതിനായി നമ്മൾ വീടുകളെല്ലാം വളരെ വൃത്തിയായും ശുചിയായും ഒക്കെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ 4 ഭാഗവും മുറ്റവും വീടിനുള്ളിലും വളരെ ശുചിയായി വൃത്തിയായി സൂക്ഷിക്കുക. അവിടെ ആ ദേവീ സാന്നിധ്യം ഉണ്ടാകണം. അതുപോലെ ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ കത്തിച്ച് നമുക്ക് വീടിനുള്ളിൽ സുഗന്ധം നിറയിക്കാം. ഈ ഭക്തിപൂർണമായ അന്തരീക്ഷത്തിലായിരിക്കണം നമ്മൾ മഹാലക്ഷ്മിയെ ആരാധിക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ പൂർണ്ണമായ അനുഗ്രഹം നമുക്കുണ്ടാകും. സാമ്പത്തികമായും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും. അതുണ്ടായാൽ തന്നെ നമ്മുടെ ദാരിദ്ര്യം ഇല്ലാതാവുന്നതിനും അതുപോലെ തന്നെ അത് നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നതിനൊക്കെ നമുക്ക് ആ മഹാലക്ഷ്മിയെ ആരാധിക്കാവുന്നതാണ്. ഈ ചിങ്ങമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ആദിപരാശക്തിയായിരിക്കുന്ന ആ മഹാലക്ഷ്മി നമ്മുടെ ഭവനങ്ങളിലെത്തി ആ ദേവിയുടെ സാന്നിധ്യവും ദേവിയുടെ അനുഗ്രഹവും
അതുപോലെ തന്നെ ദേവി നമുക്ക് നൽകുന്ന സൗഭാഗ്യവും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഇനി ആ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ എങ്ങനെയെല്ലാം ആയിരിക്കും, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന ചില ലക്ഷണങ്ങൾ, അതിനായി ചില നിമിത്തങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സന്ധ്യാസമയത്ത് നമ്മൾ വിളക്കുകൾ തെളിയിച്ച് നമ്മൾ ചിലവരൊക്കെ വീടിന് പുറത്തേക്ക് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ പൂജാമുറിയിൽ നമ്മൾ ആ ദീപം ജ്വലിപ്പിച്ച് നമ്മൾ സന്ധ്യാനാമങ്ങൾ ചൊല്ലാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കർപ്പൂരം കത്തിക്കും, അതുപോലെ തന്നെ മറ്റു സുഗന്ധ വസ്തുക്കളൊക്കെ കത്തിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ പൂജാമുറിയിൽ ദീപം കത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുറമേ നിന്ന് ഒരു കുയിൽ നാദം കേൾക്കുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു ശുഭലക്ഷണമാണ്. കാരണം മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ആ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നു, ആ അമ്മയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ എത്തി എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം. അപ്പോൾ നമുക്ക് ആ വർഷം 30 വെള്ളിയാഴ്ച ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ മഹാലക്ഷ്മിയുടെ സാന്നിധ്യവും ഒക്കെ നമ്മുടെ വീടുകളിൽ എത്തി അമ്മയുടെ അനുഗ്രഹം നമുക്ക് ഒരു വർഷത്തേക്ക് ഉണ്ടാകും എന്നാണ് ഈ കുയിൽനാദം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കുയിൽനാദത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെന്തായാലും സന്ധ്യാസമയത്ത് ആ ദേവിയുടെ ചിത്രത്തിന് ഒരു കുങ്കുമ തിലകം ചാർത്തുക. അതുപോലെ തന്നെ ദേവിക്ക് ഒരു നെയ്വിളക്കും സമർപ്പിക്കുക. ഇത് അതിവിശിഷ്ടമാണ്. അപ്പോൾ ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം പൂർണ്ണമായും നമുക്കുണ്ടാകും. ഇനി നമ്മൾ പറയുന്ന അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ആ 30 വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളുടെ വീട്ടിലോ പരിസരത്തോ അല്ലെങ്കിൽ നമ്മളുടെ തൊടിയിലോ മറ്റോ ആയിട്ട് ഒരു മൂങ്ങയെ കാണാൻ കഴിയുകയാണെങ്കിൽ അതും ഒരു ശുഭലക്ഷണമാണ്. കാരണം മഹാലക്ഷ്മിയുടെ വാഹനമാണ് മൂങ്ങ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ അമ്മ മഹാമായ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുന്നതിനായി ആ ഭൂമിയിലേക്ക് എത്തി, നമ്മുടെ വീടുകളുടെ സമീപത്തൊക്കെ എത്തി തൻ്റെ വാഹനമായ മൂങ്ങയിൽ കയറി നമ്മുടെ വീടുകളിൽ എത്തിയിരിക്കുകയാണ്. ആ അമ്മയുടെ അനുഗ്രഹം, മഹാലക്ഷ്മിയുടെ സാന്നിധ്യവും അനുഗ്രഹവും നമുക്ക് തീർച്ചയായും ഉണ്ടാകും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ആ 30 വെള്ളിയാഴ്ച ദിവസം തന്നെ ആയിരിക്കണം ആ മൂങ്ങയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയാക്കാം ഇത് ആ മഹാമായയുടെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ദേവിയെ നല്ലപോലെ സ്മരിക്കുക, മനസ്സിൽ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക, നമ്മുടെ എല്ലാ വിഷമങ്ങളും ആ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് ഈ സമയത്ത്. അടുത്തതായിട്ട് നമുക്ക് അന്നേ ദിവസം ഏതെങ്കിലും തരത്തിൽ ഉള്ള പണം വരുന്നുണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ എല്ലാ പ്രൊജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പല രീതിയിൽ അത് ഇത്ര കൂടുതൽ അല്ലെങ്കിൽ ഇങ്ങനെ കുറവ് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികം നമ്മുടെ കൈകളിൽ വന്ന് ചേരുന്നുണ്ടെങ്കിൽ 30 വെള്ളിയാഴ്ച ദിവസങ്ങൾ അത് ആ മഹാലക്ഷ്മിയുടെ ഒരു വിളയാട്ടം തന്നെയാണ്, അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ ഒഴിവായി പുതിയ ഒരു വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ നമ്മളെ നല്ല ഒരു ഭാവിയിലേക്ക് മഹാലക്ഷ്മി നയിക്കും എന്നതിൻ്റെ സൂചനയാണ് അന്നേ ദിവസം നമുക്ക് വരുന്ന പണമിടപാടുകൾ. അത് നമ്മുടെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ അത് മഹാലക്ഷ്മിയുടെ വരവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ നമ്മുടെ ഉയർച്ചയെയും ആണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായിട്ട് നമ്മൾ പൂജാമുറിയിലിരുന്ന് നമ്മൾ ആ ദീപം ഒക്കെ ജ്വലിപ്പിച്ച് അമ്മയുടെ കീർത്തനങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമുക്കറിയാം നമ്മൾ അവിടെ ചന്ദനത്തിരി കർപ്പൂരമൊക്കെ കത്തിച്ച് സുഗന്ധം ഒക്കെ ഉണ്ടാവും എന്ന്. എങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ സുഗന്ധത്തിൻ്റെ നമ്മൾ വിചാരിക്കാത്തൊരു അനുഭൂതിയുടെ സുഗന്ധം നമ്മുടെ മുക്കിലൊക്കെ എത്തുകയാണെങ്കിൽ അത് ആ ഒരു ഗന്ധം സൂചിപ്പിക്കുന്നത്, ആ സുഗന്ധം സൂചിപ്പിക്കുന്നത് ആ മഹാമായായിരിക്കുന്ന ആ മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കാനായി വന്നിട്ടുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് അപൂർവമായ ഈ ഒരു സുഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള അത് നമുക്ക് അപൂർവമായി മാത്രമേ നമുക്ക് ഇത്തരം ലക്ഷണങ്ങളൊക്കെ ലഭിക്കാറുള്ളൂ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മഹാലക്ഷ്മി വിളയാടുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ലക്ഷണങ്ങളെല്ലാം നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ.
അടുത്തതായിട്ട് നമ്മൾ ചില ദിവസങ്ങൾ നമുക്കറിയാം സ്വപ്ന ദർശനം നമുക്ക് ലഭിക്കാറുണ്ട്. പലതും നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ദൈവങ്ങളെയൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ചില ദിവസം നമുക്ക് മഹാലക്ഷ്മിയാണ് നമ്മൾ സ്വപ്നത്തിൽ ദർശിക്കുന്നത് എങ്കിൽ അത് വളരെ ശുഭസൂചകമായ ലക്ഷണമാണ്. ആ ദേവീ ദർശനം അതൊരു ചെറിയ സൂചന മാത്രമല്ല, നമ്മുടെ ദേവി മഹാലക്ഷ്മിയുടെ പൂർണ്ണമായ അനുഗ്രഹത്തിൻ്റെ ഒരു സൂചന കൂടി തന്നെയാണ്. നമുക്ക് ആ ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിച്ചു എന്നുള്ളത് നമുക്ക് ആ സ്വപ്ന ദർശനത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ദേവിയുടെ ഒരു സ്വപ്ന ദർശനം കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ജീവിതത്തിലുടനീളം മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. മഹാലക്ഷ്മി എന്നും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ആ 30 വെള്ളിയാഴ്ച ദിവസം നമുക്ക് അനുഭവപ്പെടുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. അതിൽ ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് സന്ധ്യാസമയത്ത് നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുയിൽനാദം. 2 അതേ 30 വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീടുകളിലെ ആ ദേവിയുടെ വാഹനമായ മൂങ്ങയുടെ സാന്നിധ്യം, അതൊക്കെ വളരെ നല്ല ലക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മൾ സന്ധ്യാസമയത്ത് നെയ്വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് അപൂർവമായ അല്ലെങ്കിൽ ഒരു അനുഭൂതിയുടെ ഒരു സുഗന്ധം നമ്മളെ തേടിയെത്തുന്നത് അതും വളരെ നല്ല ഒരു ലക്ഷണം തന്നെയാണ്. അതുപോലെ തന്നെ അവിചാരിതമായിട്ട് നമുക്ക് വളരെ കുറച്ചാണെങ്കിലും തന്നെ നമുക്ക് അന്നേ ദിവസം പണം കിട്ടുന്നതും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതും നമുക്ക് പ്രൊജക്റ്റുകളിലൂടെ ഒക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതും ഒക്കെ ആ മഹാലക്ഷ്മിയുടെ നേട്ടം തന്നെയാണ്. അത് നമുക്ക് ജീവിതത്തിലുടനീളം പ്രതിഫലിക്കുന്നതാണ്. അപ്പോൾ നമ്മളതൊക്കെ വളരെ നല്ല രീതിയിൽ അത് മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യമായിട്ടും വരവായിട്ടും ഭൂമിയിലേക്ക് എത്തുന്നതായിട്ടൊക്കെ നമ്മൾ സങ്കല്പിക്കണം. അതുപോലെ തന്നെ ദേവിയുടെ സ്വപ്ന സാക്ഷാത്കാരം, ദേവിയെ സ്വപ്നത്തിൽ കാണുന്നതും വളരെ നല്ല ലക്ഷണമാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് 30 വെള്ളിയാഴ്ച ദിവസം നമ്മളിങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്കുണ്ടാവും എന്നത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അങ്ങനെ ഈ പൊന്നിൻ മാസത്തിലെ, ഈ ശ്രാവണ മാസത്തിലെ 30 വെള്ളിയാഴ്ച ആ ദിവസങ്ങൾ നമ്മൾ ഇത് കേട്ടതിന് ശേഷം നമുക്ക് ആദ്യം പറഞ്ഞിട്ടുള്ളതായ ആരാധന, ദേവിയെ മഹാലക്ഷ്മിയെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളത് പറഞ്ഞു തന്നു. അങ്ങനെ ദീപം കൊളുത്തി വെച്ച് നമുക്ക് വീട്ടിൽ ആരാധിക്കാം, ദേവീക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്താം, മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമ അർച്ചന നടത്താം, ലളിതാ സഹസ്രനാമ പാരായണം നടത്താം. പിന്നെ നമുക്ക് ദേവീ കീർത്തനങ്ങളെല്ലാം ചൊല്ലി ആ മഹാലക്ഷ്മിയെ നമുക്ക് പൂജിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ദേവിയെ പൂജിക്കുന്നതോടു കൂടി തന്നെ നമുക്ക് സർവ്വ ഐശ്വര്യവും അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹവും ഉണ്ടായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ക്ലേശങ്ങൾ, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം എന്നിവയെല്ലാം അകറ്റി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 30 വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത്. അത് ഈ ചിങ്ങമാസത്തിലെ 30 വെള്ളിയാഴ്ച ആരാധിക്കുന്നത് ഒന്നുകൂടി വളരെ പുണ്യദായകമാണ്. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആ മഹാലക്ഷ്മിയെ ആരാധിച്ച് ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും സൗഭാഗ്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതായി ആ ദാരിദ്ര്യമെല്ലാം നീങ്ങി നമുക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാകാൻ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നമുക്കതിന് താഴെ ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അന്നേ ദിവസം ചൊല്ലാവുന്ന ഒരു ശ്ലോകം കൂടി ഉണ്ട്. മഹാലക്ഷ്മി അഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകം, അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മി നമഃ എന്ന് ചൊല്ലിയാലും മതി. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടത് ഇതാണ്: നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. നമുക്ക് ഈ ശ്ലോകം, അതിൽ 8 ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകമെങ്കിലും നമ്മൾ പഠിച്ച് അന്നേ ദിവസം പരമാവധി ചൊല്ലുക. എല്ലാവർക്കും ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ 30 വെള്ളിയാഴ്ച സൗഭാഗ്യത്തിൻ്റെ സുദിനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.